ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ജാതിക്ക തോട്ടത്തിലേക്ക് ജാതിക്ക പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഇപ്പോൾ തൊടുപുഴയിലായാൽ തന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൃഷിയാണ് ഈ ഒരു ജാതിക്ക മര കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ജാതിക്ക മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് ഒരു ആദായമാണ് കേട്ടോ ഇത്. ഞാനും ഇന്ന് വന്നിട്ടുള്ളത് വീടിനടുത്തുള്ള ഒരു പറമ്പിലാണ് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അത് നിങ്ങളെ കാണിക്കാം എന്ന് ഓർത്തു. ഇതെന്താണെന്നറിയോ? കൊക്കോ മരമാണ് കേട്ടോ. ഈ കൊക്കോ മരങ്ങൾ ഒരുപാട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. കൊക്കോ മരത്തിൽ നിന്നുള്ള ഈ കൊക്കോ പഴം എടുത്തിട്ടാണ് അത് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ചാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ തൊടുപുഴയിലൊക്കെ ഒരുപാട് പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന എല്ലാം തോട്ടങ്ങളാണ്. റബ്ബർ തോട്ടമുണ്ട്, വാഴത്തോട്ടമുണ്ട്, കൊക്കോ തോട്ടമുണ്ട്, അങ്ങനെ നമ്മളിപ്പോൾ ദേ ജാതിക്ക തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ജാതിക്ക എല്ലാം പാകമായിട്ട് നിൽക്കുകയാണ്, പൊട്ടാറായിട്ട് നിൽക്കുന്ന ഇതിനകത്തുള്ള ജാതിക്കുരുവാണ് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ തരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തെ ഇപ്പോൾ പൊട്ടാറായിട്ടേ നിൽക്കുന്നുള്ളൂ, പൊട്ടിയിട്ടില്ല. ഇത് പാകമായി പറിച്ചെടുക്കാനായിട്ട്. പക്ഷെ നമുക്കിവിടെ അച്ചാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് നാളായിട്ട് വിചാരിക്കേണ്ട അച്ചാർ ഉണ്ടാക്കണം എന്നേ. ജാതിക്ക അച്ചാർ വയറിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വരുമ്പോഴേ ഈ ജാതിക്കയുടെ ഉള്ളിലുള്ള ആ ഒരു പരിപ്പുണ്ട്, അതെടുത്തിട്ട് ഉരച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വയറിനൊക്കെ നല്ലതാവും. അപ്പോൾ വയറിന് അസുഖങ്ങളൊന്നും വരാതെ. ഈ ജാതിക്ക ഉണക്കി ഒരുപാട് നാൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ഈ കട്ടൻ ചായ പോലെ ഇട്ടിട്ട് കുടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിനകത്തൊരു ജാതിപത്രിയുണ്ട്, അതെടുത്തിട്ട് നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് ഉണക്കി സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ജാതിമരം. അതുപോലെ തന്നെ ജാതിക്ക ഉപയോഗിക്കുമ്പം നമുക്ക് വയറിൻ്റെ എല്ലാ ഗ്യാസ് ട്രബിളും കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും. ഇവിടെ നിറയെ ജാതിമരമാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം ജാതിമരമാണ് കേട്ടോ. ഇതെല്ലാം നിൽക്കുന്നത് കയ്യെത്തും ദൂരത്താണ് കേട്ടോ. നമുക്ക് പറിച്ചെടുക്കാം, തോട്ടിയൊന്നും ആവശ്യമില്ല. ഇത് നിറയെ പറിച്ച് ഞാനൊരു കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കാനും അതുപോലെയാട്ടോ. എന്താ ഒരു വല്ലാത്തൊരു കശർപ്പാണ് കേട്ടോ. ഒരു പുളിയും എരിവും എന്നാ പറയണേ, ഒരു വല്ലാത്തൊരു രുചിയാണിതിന്. പക്ഷേ ഇത് കഴിക്കുന്നത് നല്ലതാണ്. മാങ്ങ കഴിക്കുന്നേക്കാളും വല്ലാത്തൊരു പുളിയും എരിവും കൂടിയാണ് കേട്ടോ. ഇതിന് മിക്സായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, പാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പാലത്തിൽ കൂടെ ആൾക്കാർ കയറി വരുന്നുണ്ട് ഈ ജാതിക്ക പറിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ ഒരു തോടാണ്. ആ തോടിന് ചുറ്റുമായിട്ടാണ് കേട്ടോ ഈ ജാതിമരം നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണേ. കണ്ടോ, ഈ ജാതിക്ക കണ്ടോ പൊട്ടി നിൽക്കുന്ന കണ്ടോ, അത് പാകമായതാണേ. അത് പൊട്ടി നിൽക്കുകയാണ്. അത് ഇനിയിപ്പോൾ തനിയെ തന്നെ ആ കുരു പുറത്തേക്ക് ചാടുവേ. ഇതെടുത്തിട്ടാണ് ഇതാണ് ജാതിപത്രി, ഈ ചുവന്ന കളറിൽ കാണുന്നത്. അതിനുള്ളിലെ കുരുവാണ് ഉരച്ച് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടും എൻ്റെ ചേച്ചിയുമായിട്ടുള്ള സൂര്യ ചേച്ചിയാണ്. ചേച്ചിയുടെ വീട്ടിലാണ് ഈ ജാതിമരമൊക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ ചുമ്മാ പറമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴേക്കും അവിടെ ചെറിയൊരു തോടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള തോടാണ്. അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാൻ തോന്നും നമുക്ക്. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, കാറ്റും അതുപോലെ നല്ല ശുദ്ധമായ വെള്ളമാണ് വരുന്നത്. ആ വെള്ളം കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് ഇറങ്ങി കുളിക്കാൻ കൊതിയായി. എത്ര നല്ല സുഖമുള്ള തണുപ്പുള്ള വെള്ളമായിരുന്നേ. അപ്പോൾ അവിടെയൊക്കെ ഈ തട കെട്ടിയിട്ട് ആൾക്കാർ ഈ വെള്ളം ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് കണ്ടോ. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ കെട്ടിയടച്ചാണ് അവർ ഈ വെള്ളം വരുന്നതും. അതുപോലെ നല്ല ഒഴുക്കുള്ള സമയത്ത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവുകയെ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞാൻ ഇരുന്നു. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കൊതിയായി. ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം ഇവൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു നാട്ടുംപുറമാണ് കേട്ടോ ഇവിടെയൊക്കെ. നമുക്ക് ഒരുപാട് സിനിമ ലൊക്കേഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഞാനൊരു സെൽഫിയൊക്കെ എടുത്ത് പയ്യെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു പുറപ്പാടാണ്. അത് ചുറ്റി അപ്പുറേ വഴി കൂടെ വരണം. ഇവിടെ വന്നാലേ സമയം പോണത് അറിയുന്നതേ ഇല്ല കേട്ടോ. ഞാൻ എന്നാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആൾക്കാർ ഇവിടെ കുളിക്കാനും തുണിയലക്കാനുമായിട്ടൊക്കെ വരുന്നുണ്ട്. അതാണ് ഇവിടെ കല്ലിട്ടേക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കാനും തുണിയലക്കാനുമായിട്ടൊക്കെ വരുന്നുണ്ട്. അതാണ് ഇവിടെ കല്ലൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. ചെറിയ ഒഴുക്കലുണ്ടായിരുന്നു, അതുകൊണ്ട് പയ്യെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്ത് രസമാണെന്നറിയോ ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ആ ഒരു ഉച്ച സമയം, അതും വെയിലില്ലാത്തൊരു സമയത്ത് കാറ്റും ചെറിയ തണുപ്പും ഒക്കെയുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇന്ന് അധികം സ്ഥലങ്ങളിലും കാണാറില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലും പോയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ വയലുകളും പുഴകളും ചെറിയ തോടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഇതൊക്കെ. പക്ഷേ മൺമറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം.
തോടിൻ്റെ വക്കത്തായിട്ട് പേരകമരം നിപ്പുണ്ടായിരുന്നേ. അതിൽ നിറച്ച് പേരയ്ക്ക ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ പറിച്ച് കഴിച്ചു. ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. പക്ഷേ വീട്ടിലുള്ള ആൾക്കാരൊന്നും അധികം ഇങ്ങോട്ട് വരുന്നില്ല. അവർക്കൊന്നും ഇത് കാണുമ്പോൾ ഉള്ളൊരു കൗതുകം മാത്രമേ ഉള്ളൂ. തുണി അലക്കുന്നതും കുളിക്കുന്നതൊക്കെ പൈപ്പ് വെള്ളത്തിലാണെന്നാണ് പറയുന്നത് കേട്ടോ. എന്നാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീട് അടുത്തായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും വരാനും ഇതുപോലുള്ള പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അധികം ആഴമില്ല കേട്ടോ. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നല്ല ആഴമാണേ. സത്യം പറഞ്ഞ് അവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. മോനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് അവൻ കയറില്ലായിരുന്നു കേട്ടോ. വാശി പിടിക്കും. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ വരുന്നത് തൊട്ട് അറിഞ്ഞുമില്ല ആള്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇനി തിരിച്ചു പോവാമെന്ന് ഓർത്തു. പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഒരു മരിച്ചീനി എന്ന് പറയും, കപ്പയില്ലേ, പല സ്ഥലത്തും പല പേരാണ്. ഇതിൻ്റെ നമ്മൾ ഇലയെടുത്തിട്ട് ഇലയും തണ്ടും എടുത്തിട്ട് ഈ തണ്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ച് മാല ഉണ്ടാക്കുമായിരുന്നേ. മാല ഉണ്ടാക്കിയിട്ട് പണ്ടൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തെ മെയിൻ കളിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ മാല ഉണ്ടാക്കിയിട്ട് കഴുത്തിലിട്ട് നടക്കും കേട്ടോ. ശരിക്കും മാല പോലെ തന്നെയല്ലേ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയാൻ വഴിയില്ല. ഞങ്ങളുടെ കാലത്തൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. മാല കോർത്ത് ഇങ്ങനെ ഇട്ട് നടക്കുമായിരുന്നു. നല്ല രസമുള്ളൊരു കാഴ്ച. അന്നൊക്കെ കളിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾ കളിക്കാൻ പോയിട്ട് പുറത്തിറങ്ങാൻ പോലും നേരമില്ല അല്ലേ. ഒത്തിരി ഉണ്ടല്ലോ പഠിക്കാനൊക്കെ. ഇതുപോലെ മാല ഉണ്ടാക്കി കഴുത്തിലിട്ട് കളിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്കുമുള്ള കാഴ്ചകളിൽ ഞാൻ പ്രധാനമായിട്ടും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന വഴിക്ക് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഈ ചെടി പറിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു പഴവില്ലേ, അതിങ്ങനെ ഞെക്കുമ്പോഴത്തേനും ബ്ലഡിൻ്റെ കളറ് വരുവേ. അപ്പോൾ പണ്ട് കാലത്ത് ഈ കൂട്ടുകാരും ഒത്ത് പോകുമ്പോൾ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഈ ബ്ലഡ് ഇങ്ങനെ കാണിക്കും. അത് ഞാനിങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഈ ചെടി കണ്ടപ്പോൾ അതാ ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ആ വരമ്പത്തൂടെ നടക്കുകയാണ്. ഒരുപാട് കഥകളും പറഞ്ഞു, ഒരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെ വിശേഷങ്ങൾ അതിനിടയ്ക്ക് പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞുകൊണ്ട്. ഇതേത് മരമാണെന്നറിയോ? കാപ്പിമരമാണ് കേട്ടോ. നിറച്ചും കാപ്പിക്കുരു നിപ്പുണ്ട്. പാകമായിട്ടില്ല. പാകമായി വരുമ്പോഴേക്കും ഇവർ പറിച്ച് അത് ഉണക്കിയെടുത്ത് ഫാക്ടറികളിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അതാണ് പൊടിയായി കാപ്പിയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് മധുരമാർന്ന ഓർമ്മകളും കാറ്റിൻ്റെ തലോടലും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് കാണുന്ന കാഴ്ചകളിൽ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ അടയ്ക്കാത്തോട്ടത്തിനിടയ്ക്കൊരു ആനിമരം കേട്ടോ. നിറച്ച ആനിക്ക നിപ്പുണ്ട്. പഴുത്ത് താഴെ ചാടുന്നു. നിലത്ത് കിടക്കുന്ന എല്ലാം കിളികൾ കൊത്തിയിട്ടേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയ്യിൽ നേരത്തെ എടുത്ത കൊക്കോക്കായില്ലേ, അത് പച്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പൊട്ടിച്ചെടുക്കുകയാണ്. ശരിയാണ്, അത് പൊട്ടിച്ചപ്പോൾ തന്നെ മനസ്സിലായി അത് പച്ചയായിരുന്നു കേട്ടോ. പഴുത്തതാണെങ്കിൽ അത് നന്നായി ഇളകി പോരുന്ന രീതിയിലേക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കൊക്കോക്ക. കണ്ടിട്ടില്ലാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് പൊട്ടിച്ചെടുത്തത്. ഇത് കുരുവാണ്. ഈ കുരു എടുത്തിട്ടാണ് നമ്മൾ ഉണക്കിയെടുത്ത് നന്നായിട്ട് പൊടിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ ഫാക്ടറിയിൽ കൊടുത്ത് അത് പൊടിച്ചാണ് അത് ചോക്ലേറ്റ് ആയിട്ട് വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കൊക്കോ ചെടി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണക്കിയെടുക്കുമായിരുന്നേ. അങ്ങനെ വീട്ടിലേക്ക് വന്നു. അച്ചാറിടാൻ വേണ്ടി ജാതിക്ക എല്ലാം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ഇനിയിപ്പം നെക്സ്റ്റ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജാതിക്ക അച്ചാറിടുന്നതിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.